ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ യോഗത്തിനിടെ സംഘർഷം. പ്രതിഷേധം രാജിവെച്ച യൂണിയൻ കമ്മിറ്റിയിലെ അംഗങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ. മുഖ്യമന്ത്രി സ്തുതിപാഠകരുടെ ഇടയിലാണെന്ന് VD സതീശൻ. പാട്ടിന്റെ പേരിൽ ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി സെക്രട്ടറി പറയുന്നു മുഖ്യമന്ത്രി സൂര്യനാണെന്ന്. ദേശീയപാത 66 ചന്ദ്ര പിന്നിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് യോഗത്തിനിടെ സംഘർഷം. രാജിവെച്ച യൂണിയൻ കമ്മിറ്റിയിലെ അംഗങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. മുൻ യൂണിയൻ സെക്രട്ടറി PK രവീന്ദ്രൻ ചെയർമാനും യോഗം കൗൺസിലർ PK പ്രസന്നൻ കൺവീനറുമായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിനിടെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. നിയമപ്രശ്നങ്ങളെ തുടർന്ന് രാജിവെച്ച യൂണിയൻ കമ്മിറ്റിയിൽ അംഗങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. PK രവീന്ദ്രൻ സംസാരിക്കുന്നതിനിടയിൽ എതിർവിഭാഗം പ്രതിഷേധിക്കുകയായിരുന്നു. മുൻ യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിലും എതിർപ്പുമായി എത്തി. ഇതോടെ മറുവിഭാഗം പ്രവർത്തകരും രംഗത്തെത്തി. ഇരുകൂട്ടരും തമ്മിലുണ്ടായ ബഹളം കയ്യാങ്കളിയുടെ വക്കിലെത്തിയെങ്കിലും ഇരുവിഭാഗത്തിലെയും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. പിന്നീട് യോഗം തുടർന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കൊരട്ടി ചെറുവാളൂർ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. വിളക്കുകൾ ഉൾപ്പെടെയുള്ള പൂജാ സാമഗ്രികൾ മോഷണം പോയി. ക്ഷേത്ര പരിസരത്തും പറമ്പിലും കുറച്ച് പാത്രങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുവാളൂർ മൂത്തേടത്ത് സുബദയുടെ വീട്ടിലും മോഷണം നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് സ്വർണവും പണവും മോഷണം പോയി. കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കൊരട്ടി ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലും മൂത്തേടൻ സുബൈദയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത്. സുബൈദയും മകളുമാണ് ഇവിടെ താമസിക്കുന്നത്. വീട്ടിലെ 10 പവൻ സ്വർണവും പണവും മോഷണം പോയി. 4 ദിവസങ്ങളിലായി വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലും പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്രത്തിലെ നിരവധി സാധനങ്ങൾ മോഷണം പോയത് അറിയുന്നത്. ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലെ പൂട്ടുപൊളിച്ച് വിളക്കുകൾ മോഷ്ടിച്ചു. വിളക്കിന്റെ എല്ലാ നാരായണങ്ങളും ഊരിയെടുത്തു. വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും മോഷണം പോയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ക്ഷേത്രത്തിലെ ഓഫീസ് ഉദ്യോഗസ്ഥൻ എത്തിയാൽ മാത്രമേ തുടർന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കൂ. ക്ഷേത്രത്തിലെ കുറച്ച് സാധനങ്ങൾ തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലും കാണപ്പെട്ടു. പല ദിവസങ്ങളിലായാണ് മോഷണം നടന്നിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 കൊല്ലം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു. വർഷത്തിൽ 1 മാസം മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത്. ക്ഷേത്രത്തിൽ പൂജ നടക്കാത്തതുമൂലം അടഞ്ഞു കിടക്കുകയാണ് പതിവ്. കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ചെറുതുരുത്തി വെട്ടിക്കാട്ടേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. മാളിയക്കൽ വീട്ടിൽ ഷംസുദ്ദീൻ്റെ മകൻ മിഥിൽ രാജിനാണ് പരിക്കേറ്റത്. ജനവാസ മേഖലയിലും കാട്ടുപന്നി ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വെട്ടിക്കാട്ടിരിയിൽ പാഞ്ഞാൾ റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ട്യൂഷന് പോകുന്നതിനിടയിലാണ് മിഥിൽ രാജിനെ കാട്ടുപന്നി ആക്രമിച്ചത്. നിറയെ വീടുകളുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം. എതിർവശത്ത് നിന്നോടി വന്ന കാട്ടുപന്നി മിഥിൽ രാജിനെ കുത്തിമറിച്ചിടുകയായിരുന്നു. ഇരുകാലുകൾക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയിലും കാട്ടുപന്നി ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മീഡിയ ടൈം, തൃശൂർ. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് വീട്ടിലെത്തിയതിൻ്റെ പ്രതികാരമായി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റീൽ പൈപ്പ്, ഷോക്ക് അബ്സോർബറിൻ്റെ ട്യൂബ് എന്നിവ ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. പ്രതികൾക്കെതിരെ കാപ്പ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. എടവിലങ്ങ് കുഞ്ഞേനി സ്വദേശികളായ തട്ടാരിൽ വീട്ടിൽ വിപിൻ, തേവാലിൽ സംഗീത എന്നിവരെ ആക്രമിച്ച കേസിലാണ് ലോകമലേശ്വരം പടാക്കുളം അടിമപ്പറമ്പിൽ 23 വയസ്സുള്ള മുഹമ്മദ് സാലിഹ്, അഴീക്കോട് കൊമ്പനെഴുത്ത് 23 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ, എറിയാട് പേബസാർ വയ്യാട്ടുകുണ്ടിൽ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ഈസ, മേനോൻ ബസാർ കുഴിക്കണ്ടത്തിൽ 22 വയസ്സുള്ള റിയാസ് എന്നിവരെ കൊടുങ്ങല്ലൂർ DYSP സലീഷ് N ശങ്കരൻ, സർക്കിൾ ഇൻസ്പെക്ടർ ബൈജു ER എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്.
ആക്രമിക്കപ്പെട്ട സംഗീത് പ്രതികളിൽ ഒരാളായ സാലിഹിന് പണം കടം നൽകിയിരുന്നുവെന്നും പണം തിരികെ ലഭിക്കാനായി സംഗീതും സുഹൃത്ത് വിപിനും സാലിഹിന്റെ വീട്ടിൽ ചെന്നതിലുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇവരെ ആക്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു. മേനോൻ ബസാർ ജംഗ്ഷന് വടക്കുവശത്തുള്ള വർക്ക്ഷോപ്പ് പരിസരത്ത് വെച്ച് സ്റ്റീൽ പൈപ്പ്, ഷോക്ക് അബ്സോർബറിംഗ് ട്യൂബ് എന്നിവ ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. സംഗീതിന്റെ മോട്ടോർ ബൈക്ക് തല്ലി തകർക്കുകയും ചെയ്തു. ലഹരിക്കച്ചവടം, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് സാലിഹ്. പ്രതികൾക്കെതിരെ കാപ്പ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. SI-മാരായ ഹാരോൾഡ് ജോർജ്, കശ്യപൻ, സെബി, PC സുനിൽ, CR പ്രദീപ്, ASI CT രാജൻ, CPO-മാരായ ഗോപകുമാർ, ധനേഷ്, ബിജു, നിഷാന്ത്, മാനുവൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മുഖ്യമന്ത്രി സ്തുതിപാഠകരുടെ ഇടയിലാണെന്ന് VD സതീശൻ. പാട്ടിൻ്റെ പേരിൽ ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രി സൂര്യനാണെന്ന്. CPM എത്രമാത്രം ദുഷിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് പിണറായിയെക്കുറിച്ചുള്ള ഗാനമെന്നും ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്നും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പണ്ട് P ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന് ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ്, കരിഞ്ഞു പോകുന്നു. അപ്പോൾ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും. ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും. 51 വെട്ടി കരിയിച്ച് കളയും. ഒരാൾ പറയുന്നു സൂര്യനാണ്, വേറൊരാൾ പറയുന്നു കഴുകനാണ്, വേറൊരാൾ പറയുന്നു കാരണഭൂതനാണ്, വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? ആരാണ് ശരിക്കും പിണറായി വിജയൻ? അതേ ഏത് ലോകത്താണുള്ളത്? നാട്ടിലെ സ്ഥിതി ഇതാണ്. KSRTC പൂട്ടാറായി, വൈദ്യുതി ബോർഡിന് 40,000 കോടി കടമായി, മാവേലി സ്റ്റോറിൽ സാധനമില്ല, ആശുപത്രികളിൽ മരുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് 5 മാസമായി, ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് 40,000 കോടിയാണ്, കരാറുകാർക്ക് കൊടുക്കുന്നത് 12,000 കോടിയാണ്, പട്ടികജാതിക്കാർക്ക് 3 കൊല്ലമായിട്ട് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല. സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ സ്തംഭിച്ചു. എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണ്ണമായി സ്തംഭിച്ചു. അപ്പോഴാണ് ഈ സ്തുതിപാഠക സംഘം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായൊരു സ്ഥിതിയിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപിന്നി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത്. 1 വർഷം മുമ്പ് പണി ആരംഭിച്ച ബൈപ്പാസിൽ തോട് നികത്തിയ സ്ഥലത്ത് മതിയായ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതുമൂലം കഴിഞ്ഞ വർഷക്കാലത്ത് പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ NH അധികൃതരുമായി സംസാരിച്ചതിനെ തുടർന്ന് നികത്തിയ തോടുകൾ തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ വീണ്ടും തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അശാസ്ത്രീയമായ കാന നിർമ്മാണം വെള്ളക്കെട്ട് ഉണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. തെക്കുനിന്നും വടക്കുനിന്നും 3 മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും 4 മീറ്റർ വീതിയിലും ആഴത്തിലും കൽവർട്ട് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, VV ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പോലീസ് പുറത്തുവിട്ടു. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ 29 പുലർച്ചെയാണ് ചേരമാൻ പള്ളിയിൽ മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് മക്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. മേത്തലയിൽ കർഷകമിത്ര പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം.
മേത്ര കൃഷിഭവൻ വളപ്പിൽ കർഷക മിത്ര പദ്ധതി കീഴിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെ വിൽപ്പന കേന്ദ്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 3000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ജീവനക്കാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 3 വരിക ബൈപ്പാസിലേക്ക് മെറ്റൽ ലോഡുമായി വന്ന ടോറസ് ലോറി മറിഞ്ഞു. ആളപായമില്ല. തമിഴ്നാട്ടിൽ നിന്നും വന്ന കൂറ്റൻ ടോറസാണ് അപകടത്തിൽപ്പെട്ടത്. 3 വരിക ബീച്ച് റോഡിൽ നിന്നും ബൈപ്പാസിലൂടെ തെക്ക് ഭാഗത്തേക്ക് റിവേഴ്സ് ഗിയറിൽ പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ അടുത്ത ദിവസങ്ങൾ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ചക്രവാത ചുഴിയിൽ നിന്ന് വിദർഭ വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. അടുത്ത 4-5 ദിവസം കേരളത്തിൽ മിതമായതോ ഇടത്തരമായോ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ജനുവരി 6-7 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചാലക്കുടി സെൻറ് ജെയിംസ് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് നടത്തുന്നവർക്കായി ആശുപത്രിയിൽ നിന്നുള്ള ജീവനോപാധി നൽകുന്നതിൻ്റെ ഭാഗമായി കൊത്താപ്പള്ളി കുട്ടപ്പന നൽകിയ ചായക്കടയുടെ ഉദ്ഘാടനം നടന്നു. സെൻറ് ജെയിംസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെൻറ് ജെയിംസ് ആശുപത്രി ഓപ്പറേഷൻ മാനേജർ TJ പൗലോസ്, റിനൽ കെയർ PRO ജോസ് AP, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PP ശശിധരൻ, സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിച്ചിറ മലങ്കരപ്പള്ളിക്ക് സമീപമാണ് കട ആരംഭിച്ചിരിക്കുന്നത്. കയ്പമംഗലം ഹിറ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സംഗീത സംവിധായകനും ഗായകനുമായ ദീപാങ്കുരൻ കൈതപ്പുറം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ്, ഹിറ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് സെക്രട്ടറി PM മുഹമ്മദ്, സ്കൂൾ മാനേജർ KA ജമാൽ, ഹിറ ട്രസ്റ്റ് അംഗങ്ങളായ PK മുഹമ്മദ്, KK മുഹമ്മദ് അലി, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ, PTA പ്രസിഡന്റ് സൽന ഷാനവാസ്, PTA ട്രഷറർ PI ഫൈസൽ, സ്കൂൾ ലീഡർ മുഹമ്മദ് സാബിത്ത്, സ്കൂൾ ഫൈനാൻസ് സെക്രട്ടറി സുഹറ സവാസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി അവാർഡ് ഭവൻ്റെ നേതൃത്വത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ പങ്കെടുപ്പിച്ച് സേക്രഡ് ഹാർട്ട് കോളേജിൽ സർഗ മീറ്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ നബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അവാർഡ് പ്രസിഡന്റ് ജോസ് മഞ്ഞളി അധ്യക്ഷനായി. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, ബിന്ദു ശശികുമാർ, ഫാദർ മനോജ് കരിപ്പായി, സിസ്റ്റർ ഐറിൻ, സിസ്റ്റർ ബിജിറ്റ മരിയ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചാപ്പാറ കയർ വ്യവസായ സഹകരണ സംഘത്തിൽ ഫ്രെയിം മാറ്റ് നിർമ്മാണം ആരംഭിച്ചു. ഇതിൻ്റെ പരിശീലനത്തിൻ്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും VR സുനിൽകുമാർ MLA നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. NCR MI സീനിയർ അസിസ്റ്റന്റ് C അഭിഷേക്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, തൃശൂർ കയർ പ്രൊജക്ട് ഓഫീസർ C ഗോപകുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ സജി സെബാസ്റ്റ്യൻ, VN ഉണ്ണികൃഷ്ണൻ, ബാബു മങ്കാട്ടിൽ, റിനു പ്രേംരാജ്, സംഘം പ്രസിഡന്റ് CK രാമനാഥൻ, സെക്രട്ടറി PB വിൻസി എന്നിവർ സംസാരിച്ചു. മുക്കാട്ടുകര സെൻറ് ജോർജ് ദേവാലയത്തിൽ ദനഹാ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി ദിവ്യകാരുണ്യ മാതൃകയിൽ പിണ്ടി തെളിയിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുട്ടത്ത്, ഇടവക കയ്യന്മാരായ കൊച്ചുവർക്കി തരകൻ, ജൻസൺ ജോസ് കാക്കശ്ശേരി, സോജൻ മഞ്ഞില, വിൽസൺ പ്ലാക്കൽ, പ്രതിനിധി അംഗങ്ങൾ, KCYM സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ, ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റത്തൂർ കടശപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിനോടനുബന്ധിച്ച് ശനിയാഴ്ച നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മറ്റത്തൂർക്കുന്ന് നൃത്താഞ്ജലി നൃത്തവിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും മറ്റത്തൂർക്കുന്ന് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ജനുവരി 7 ഞായറാഴ്ച രാത്രി 9 മണിക്ക് പ്രത്യേക തന്ത്രി പൂജകൾക്ക് ശേഷം പാർവതീദേവിയുടെ നട അടയ്ക്കും. മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതീദേവിയുടെ നടവുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് സൗജന്യ കഞ്ഞി വിതരണം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ മറ്റത്തൂർക്കുന്ന് ഓട്ടോ പ്രദേശ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 11 ദിവസമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കഞ്ഞി വിതരണം ചെയ്യുന്നത്. 23 പേരടങ്ങുന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെയാണ് പാചകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും. അവധി ദിവസങ്ങളിൽ 1000-ഓളം പേർക്കും അല്ലാത്ത ദിവസങ്ങളിൽ 800-ഓളം പേർക്കും ഭക്ഷണ വിതരണം ചെയ്തു വരുന്നുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു. MS ബാബു, CA ലക്ഷ്മണൻ, KC ഷാജു, KK ജയൻ, ശ്രീജു ഐക്കര, TT രഘു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനങ്ങൾക്ക് സൗജന്യ കഞ്ഞി വിതരണം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ യോഗത്തിനിടെ സംഘർഷം. പ്രതിഷേധം രാജിവെച്ച യൂണിയൻ കമ്മിറ്റിയിലെ അംഗങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ.
മുഖ്യമന്ത്രി സ്തുതിപാഠകരുടെ ഇടയിലാണെന്ന് VD സതീശൻ. പാട്ടിന്റെ പേരിൽ ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി സെക്രട്ടറി പറയുന്നു മുഖ്യമന്ത്രി സൂര്യനാണെന്ന്. ദേശീയപാത 66 ചന്ദ്ര പിന്നിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.